ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലിവർ പെപ്പർ ഫ്രൈ ആണ്. മട്ടൺ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ചെയ്യുക. അതുപോലെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ സാധാ ഒരു ഗോതമ്പ് ദോശയാണ്. ഇത് നല്ലൊരു ഡ്രൈ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ മോരുകറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുക, ഡിന്നർക്ക് മെയിൻ ഡിഷായിട്ട് യൂസ് ചെയ്യാം. ലിവർ പറയുമ്പോൾ നല്ല ബ്ലഡ് ഉണ്ടാവും ലിവറിൽ. ആ ബ്ലഡ് ഫുള്ളായിട്ട് പോയാൽ മാത്രമേ ഞങ്ങളുടെ റെസിപ്പി നന്നാവുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനെഗറും ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കണം. അതുപോലെ കഴുകിയ വെള്ളം ഒട്ടും ലിവറിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല്, നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഇറച്ചൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്മെല്ല് വരണ കാണാം. അത് ശരിക്കും കഴുകാത്ത കൊണ്ടാണ്. അതുപോലെ ഒന്ന് കഴുകി ഊറ്റി വെക്കുക. എന്നിട്ടിപ്പോൾ അതിലുള്ള അരപ്പ് റെഡിയാക്കുക. അതിലേക്ക് ഒരു ഓണിയന്, ഒരു ഉള്ളി, ഒരു കുറച്ച് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് കശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം കുരുമുളക്. ഇത് ഞാൻ കുരുമുളകാണ്, അല്ലെങ്കിൽ പൊടി എടുക്കുക. ഇന്നൊരു കുറച്ച് പെരിഞ്ചീരകവും ആവശ്യമുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ്, ഒരു 3-4 സ്പൂണിൻ്റെ അത്ര വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. കട്ടിയായിട്ട് അരച്ചെടുക്കുക, ലൂസ് ആവാതെ അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ വേണ്ട. എന്നിട്ട് ഞങ്ങൾ ലിവറിലേക്ക് ഇതിലുള്ള പകുതി അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പകുതി പിന്നെ ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് റോസ്റ്റാണ്. എന്നിട്ട് ഇത് ഞങ്ങൾ കയ്യിൽ തന്നെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. ഞങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാനിലേക്ക് 2-3 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ലിവർ. ഇതൊരു 1/2 കിലോ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഒരു 1/2 കിലോ ഉണ്ടാവും. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ സ്പീഡിലൊന്നും വെക്കണ്ട. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം നല്ല മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ഒരു മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറും. പിന്നെ വെള്ളമൊന്നും ഒഴിക്കോ വേണ്ട. ഒരു ഈ പരിവ് ആയ ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഞങ്ങൾ ഇറച്ചിയിലോട്ട് ഉപ്പിട്ടില്ല, അരപ്പിലോട്ട് മാത്രമല്ലേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടിച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ഇതൊരു ടോട്ടലായിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. പറഞ്ഞാൽ ഞങ്ങളിതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്ത കൊണ്ട് വെള്ളം ഡ്രൈ ആവുന്നുണ്ടോ എന്ന്. ഇപ്പം ഇത് 10 മിനിറ്റായി. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ലിഡ് തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്തിട്ട് ഇന്ന് ലിഡ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെള്ളം ഉണ്ടാവും. മീഡിയം ഫ്ലെയിം മതി, ഹൈ സ്പീഡിൽ ഇങ്ങനെ വെക്കരുത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം വറ്റിയിട്ടുമുണ്ട്. അത്യാവശ്യം ഞങ്ങൾ ലിവർ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് മതി. ഇത് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തത് ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുന്നത്. വേറെ പാത്രമൊന്നും എടുക്കുക വേണ്ട. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂൺ മതി. അതിലോട്ട് നൈസായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. എൻ്റെ അത് കുറച്ചാണ് ഉണ്ടായത്, ഞാൻ കുറച്ച് കൂടുതൽ എടുത്താൽ രസമുണ്ടാവും. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നല്ലോണം വഴറ്റുക. വഴറ്റി കൊടുക്കുമ്പോൾ സൈഡിലുള്ള മസാലയും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ടേസ്റ്റ് പോകണ്ടെന്ന് വെച്ചിട്ടാണ് സെയിം പാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഈ സമയത്തൊക്കെ ഉള്ളിൻ്റെ പകരം ഞങ്ങൾക്ക് ചെറിയുള്ളി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ചെറിയുള്ളിയൊക്കെ ഭയങ്കര വിലയായത് കൊണ്ടാണ് ഞാൻ ഉള്ളി എടുക്കുന്നത്. നേരത്തെ അരപ്പിനുള്ള ഉള്ളിയും ഈ ഉള്ളിയും ഞങ്ങൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുത്താൽ മതി. ഇത് നല്ലോണം ഫ്രൈ ആവണം. അതിന് ശേഷം ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച പകുതി അരപ്പുണ്ടായിരുന്നല്ലോ പേസ്റ്റ്, അത് ഇട്ടിട്ട്
ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റോളം നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്നിട്ട് കളർ മാറും, ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറി തുടങ്ങും. അതുവരെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ കളറൊക്കെ ആവും, അതിലുള്ള വെള്ളമൊക്കെ മാറും, ഡ്രൈ ആവും. പിന്നെ അതിലേക്ക് ഒരു 1-2 സ്പൂണ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ഒരു അര നാരങ്ങ മതി. നാരങ്ങ വെള്ളം കുറവുണ്ടെങ്കിൽ ഫുള്ളൊരു നാരങ്ങ എടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച ലിവറും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആ മസാലയും ലിവറും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒന്ന് 2 മിനിറ്റ് സമയമെടുത്തിട്ട് യോജിപ്പിക്കുക. ബട്ട് ഈ ടൈമിലൊക്കെ ഫ്ലെയിം സ്ലോ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് എന്താ ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇപ്പം ഞങ്ങൾ പരോട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു അരക്കപ്പോലെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. ഉച്ചക്കുള്ള സൈഡ് ഡിഷാണെങ്കിൽ ഈ ടൈപ്പ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കുറച്ച് ഡ്രൈ തന്നെ ഉണ്ടാവട്ടെ വിചാരിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഡ്രൈ മതി വിചാരിച്ചിട്ടാണ് ഞാൻ ഡ്രൈ ചെയ്തത്. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞങ്ങളെ പെപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ദോശ ചുടാൻ തുടങ്ങാം. ദോശ സാധാ ഞങ്ങൾ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് ഇങ്ങനൊന്ന് കലക്കിയെടുത്തതാണ്. കുറച്ച് ലൂസാവണ്ട, കുറച്ചുകൂടി തിക്കിൽ. ഞങ്ങൾ ദോശമാവിൻ്റെ ഒക്കെ ഉഴുന്ന് ദോശമാവിൻ്റെ ഒക്കെ ഒരു ടൈപ്പ്. എന്നിട്ട് പാന് ചൂടായ ശേഷം അതിലേക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കണം, ചൂട് ബാലൻസ് ആവാനേ. എന്നിട്ട് ഞങ്ങൾ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കുക. അത് ഇങ്ങനെ ആയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ബ്രഷ് ചെയ്യുക. ബട്ട് ഇത് തിരിച്ചിടണം, ദോശ പോലെ തിരിച്ചിടാതെ പറ്റൂല, അങ്ങനെ വെന്തിട്ടുണ്ടാവില്ല. 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചിട്ടും ഒരു മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളൊരു ദോശയാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇത് എൻ്റെ നാട്ടിലെ മാംഗ്ലൂരിലൊക്കെ ഈ ദോശ ഞങ്ങൾ ഗോതമ്പ് അരച്ചിട്ട് ഉണ്ടാക്കും, നല്ല രസമാണ്. ബട്ട് ഇപ്പോൾ ഒന്നും ഗോതമ്പ് അരക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ചൂട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കാതെ ദോശ ചുട്ടാൽ ദോശ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് വരാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവും. അത് ദോശ പാനൊന്ന് ബാലൻസ് ആവാനാണ് ചൂട്, അത്രേ ഉള്ളൂ. അതുപോലെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ഒക്കെ നല്ല ഇഷ്ടമാണ്. വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിന്നർ കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്.